ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു മത്തങ്ങ കറിയുടെ റെസിപ്പിയാണ്. അതിനായി ഞാനിവിടെ 1 കപ്പ് അളവിൽ വൻപയർ ഓവർനൈറ്റ് കുതിർത്തിയെടുത്തതാണ്. ഇതിലേക്ക് മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തത് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും കൂടെ ചേർത്ത് ഇതിലേക്ക് വെള്ളം കൂടെ ചേർത്തിട്ട് മത്തങ്ങയുടെയും പയറിൻ്റെയും ആ ഒരു ലെവലിൽ വെള്ളം ചേർത്ത് 2 വിസിലാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോ കുക്കറിനനുസരിച്ചും പയർ കുതിർത്തിയെടുത്ത സമയത്തിൻ്റെ അളവിനനുസരിച്ചൊക്കെ വേവിൽ വ്യത്യാസം വരും. നിങ്ങളത് നോക്കിയെടുക്കുക. അപ്പോൾ 2 വിസിൽ കഴിഞ്ഞ് ആവിയെല്ലാം പോയതിന് ശേഷം ഇത് തുറന്ന് പയറും മത്തങ്ങയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഞാനിനി ചെയ്യാറ് മത്തങ്ങ ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് പീസസ് ആയിട്ട് കിടക്കുന്ന ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തേങ്ങ അരച്ചതാണ്. അതിനായി തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും, നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം. ഈ സമയത്ത് എരിവിന് വേണ്ടിയിട്ട് ഞാൻ മുളക് പൊടിയുടെ എരിവ് മാത്രമേ എടുത്തിട്ടുള്ളൂ, പച്ചമുളക് ചേർത്തിട്ടില്ല. തേങ്ങ അരച്ചത് കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായി ചൂടാക്കിയെടുക്കണം. ഇനി ഈ തേങ്ങ അരച്ചത് ചേർത്തതിന് ശേഷം ഈ കറി തിളയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നന്നായി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് തേങ്ങ നന്നായിട്ട് വേവണം. പക്ഷേ അതേപോലെ തന്നെ ഈ കറി തിളച്ച് പോകാനും പാടില്ല. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക, നല്ലതുപോലെ ചൂടാക്കി കിട്ടണം. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് നമുക്ക് കടുക് വറുത്ത് ചേർക്കാം. കടുക് വറുത്ത് ചേർക്കുന്നതിന് സമയത്ത് ഞാൻ കുറച്ച് തേങ്ങ കൂടി ചേർത്ത് തേങ്ങ വറുത്തത് കൂടി ചേർക്കാറുണ്ട്. അത് ഓപ്ഷണലാണ്. തേങ്ങ വറുക്കാതെ കടുക് വറുത്ത് മാത്രം ചേർത്തിട്ടും ഈ കറി ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ തേങ്ങ വറുത്ത് ചേർക്കുകയാണെങ്കിൽ ഒരല്പം കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും. നമ്മൾ തീയലിനൊക്കെ വറക്കുന്നത് പോലെ നല്ല ചുമക്കെ തേങ്ങ വറുത്ത് ഇതിന് മുകളിലേക്ക് കൂടി ചേർത്ത് ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രുചികരമായിട്ടുള്ള മത്തങ്ങ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. താങ്ക് യു സോ മച്ച്.